ഈ വീഡിയോയിൽ വളരെ ക്വിക്കായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ്. അതിൽ പ്രധാനമായിട്ട് ഇറാൻ സീസ് ഫയർ ലംഘനം നടത്തിക്കൊണ്ട് UAEക്കെതിരെ ആക്രമണങ്ങൾ അയച്ചുവിട്ടിരിക്കുകയാണ്. മിസൈലുകൾ അയക്കുകയുണ്ടായി. 4 മിസൈലുകളാണ് UAEക്കെതിരെ അയച്ചത്. അതിൽ 3 വാട്ടർ ബോഡിയിൽ വെച്ച് തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു. ഒരെണ്ണം കടലിൻ്റെ ഉള്ളിൽ തന്നെ പതിച്ചു. അങ്ങനെയാണ് UAE റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനു പുറമെ UAEയിലെ ഫുജൈറ തുറമുഖത്തിൽ നിന്നും ഇറങ്ങിയ ഒരു കപ്പൽ, അഡ്നോക്കിൻ്റെ കമ്പനിയിൽ നിന്നും ഓയിൽ എടുത്തുകൊണ്ട് പോയ കപ്പലിനെ ഡ്രോൺ വെച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ. രണ്ടാമത് ഒരു സൗത്ത് കൊറിയ ഷിപ്പിൻ്റെ മേളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ കാണിക്കുന്ന ഒരു മാപ്പ് നിങ്ങൾ കണ്ടോളൂ. ഈ മാപ്പിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഫുജൈറ പോർട്ട് മുതൽ അപ്പുറത്ത് കോമറാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട്. ആ പോയിന്റ് വരെ അപ്പുറത്ത് ഒരു വര വരച്ചിട്ടുണ്ട്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത്രയും ഏരിയകൾക്കുള്ളിൽ വരുന്ന ഷിപ്പുകൾ ഇറാൻ്റെ IRGCയുടെ സെപ്പ നേവിയുടെ പെർമിഷൻ ഇല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ ആക്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ആക്രമിക്കുകയാണ്, കൃത്യമായിട്ട് സീസ് ഫയർ ലംഘനം നടത്തി ആക്രമിക്കുകയാണ്. അപ്പോൾ ഈ ആക്രമണത്തിന് കാരണമായത് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നലെ ഇറാൻ മുന്നോട്ട് വെച്ച പ്രൊപ്പോസൽ അംഗീകരിക്കാതെ അമേരിക്ക ഒരു ഫ്രീഡം നേവിഗേഷൻ എന്നുള്ള പേരിൽ ഫ്രീഡം പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ച് സെൻകോമിന് കൃത്യമായിട്ടുള്ള ഓർഡേഴ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമസിലൂടെ കടന്നു വരുന്ന കപ്പലുകൾക്ക് ഞങ്ങൾ സുരക്ഷ ഒരുക്കും, അതായത് എസ്കോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രാവിലെ മുതലേ എസ്കോർട്ടൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഒരു പ്രസ്താവനയായിട്ട് മാത്രമാണ് നിലനിന്നിരുന്നത്. പക്ഷേ ആ പ്രസ്താവന പുറത്തു വന്നതിനെ തുടർന്ന് ഇറാൻ അവരുടെ ആക്രമണങ്ങൾ തുടങ്ങിയിരുന്നു. അവർ കരുതിക്കൂട്ടിയാണ് ഇരുന്നത്. വൈകുന്നേരങ്ങളിലാണ് അവർ അറ്റാക്ക് തുടങ്ങിയത്. അതായത് 4-ാം തീയതി വൈകുന്നേരം. നമ്മളുടെ മെയിൻ സ്ട്രീം മീഡിയ ഇന്ന് പ്രധാനമായിട്ടും ഇലക്ഷൻ കൗണ്ടിങ് ആയതുകൊണ്ട് തന്നെ ആ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് വേറെ രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ ആക്രമണങ്ങൾ നടക്കുന്നത്. UAE ആണെന്നുണ്ടെങ്കിൽ തുടരെ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദുബായ് 2 വട്ടം അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്, അതായത് സേഫ്റ്റി അലേർട്ട്. അപ്പോൾ ആ അലേർട്ടിൽ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് യുദ്ധം നടന്നുകൊണ്ടിരുന്ന ആ ഒരു 40 ദിവസത്തെ കാലയളവിൽ എന്താണോ മെസ്സേജ് അയച്ചിരുന്നത് ആ സെയിം മെസ്സേജ് അവർ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഷെൽട്ടറുകളിലേക്ക്, പരമാവധി കവർ ചെയ്തിരിക്കുന്ന സ്പേസുകളിലേക്ക് മാറിപ്പോകണമെന്നുള്ള മെസ്സേജാണ് അവർ കൊടുക്കുന്നത്. പരമാവധി വിൻഡോസിൻ്റെ അടുത്തൊന്നും നിൽക്കരുത് എന്നുള്ള ആ സെയിം അലേർട്ട് അവർ കൊടുക്കുകയാണ്. അതിനെ തുടർന്ന് UAEയുടെ ഗവൺമെൻറ് ഒഫീഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഇറാൻ ഇങ്ങനെ അതിക്രമിച്ച് സീസ് ഫയർ ലംഘനം നടത്തിയിട്ടുണ്ട്, അവരുടെ ഫ്രീഡം ഓഫ് നേവിഗേഷനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നുണ്ട് ഇറാൻ്റെ സെഫ നേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും UAE ശക്തമായ രീതിയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യും, അതിലുപരി റിറ്റാലിയേറ്റ് ചെയ്യുമെന്നും കൂടി പറയുന്നുണ്ട്. അത് വേണ്ടി വന്നാൽ റിറ്റാലിയേറ്റ് ചെയ്യുമെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതായത് ഇത് യുദ്ധം അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിരിക്കുകയാണ്. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഏതെങ്കിലും തരത്തിലൊരു ചർച്ച നടത്തി അവസാനിപ്പിച്ചില്ല എങ്കിൽ ഒരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇതിനു മുമ്പ് ഞാനിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാൻ്റെ പോയിന്റുകൾ ഓരോന്നായിട്ട് ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ചില ലൂപ്പ് ഹോളുകൾ, ആ ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ലൂപ്പ് ഹോളാണ്. കാരണം എൻറിച്ച്ഡ് യുറേനിയത്തിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല, അതുപോലെ തന്നെ പ്രോക്സികളെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇസ്രായേലിന് മേൽ ഞങ്ങൾ ആക്രമണം നടത്തില്ല എന്നുള്ളത് ആ എഗ്രിമെൻറ്റിൽ ഞങ്ങൾ കവർ ചെയ്യും എന്നൊക്കെ പറയുന്നെങ്കിലും ഈ പ്രോക്സികൾ ത്രൂ ആക്രമണം ചെയ്യില്ല എന്നുള്ളത് അതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ. ഇറാൻ ആക്രമിക്കില്ല എന്നാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇറാൻ ഇസ്രായേലിനെതിരെ ഇനി തിരിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് പ്രോക്സികൾ ത്രൂ തിരിയില്ല എന്ന് അതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോക്സികൾ ത്രൂ ഉള്ള ആക്രമണങ്ങൾ തുടരും, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ആ 2 വിഷയത്തിലും ഒരു ഒളിച്ചുകളി ഇറാൻ നടത്തിക്കൊണ്ടാണ് ആ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു 3 സ്റ്റേജ് പ്രൊപ്പോസൽ ഇറാൻ മുന്നോട്ട് വെച്ചത്. അത് കൃത്യമായിട്ട് അമേരിക്ക മാത്രമല്ല ഇതിനകത്ത് തീരുമാനമെടുക്കുന്നത്, ഇസ്രായേലും കൂടി ചേർന്നാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ് പൊതുവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് വീണ്ടും ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും IRGC അടികൊണ്ട് പടമാവാൻ തീരുമാനിച്ച് ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ആൾക്കാർ ഇപ്പം പുതുതായിട്ട് ലൈം ലൈറ്റിൽ വരുന്നുണ്ട് ഇറാൻ്റെ IRGCയുമായിട്ട് ബന്ധപ്പെട്ട്. അതിലൊരു വ്യക്തിയാണ് ഇറാൻ്റെ IRGCയുടെ കമാൻഡറായിട്ടുള്ള ഖാത്തം അൽ അൻബിയ. ആർമി സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട്, ഞങ്ങൾ ശക്തമായ രീതിയിൽ അമേരിക്കക്കെതിരെ ആക്രമണങ്ങൾ നടത്തുമെന്നുള്ള മുന്നറിയിപ്പ്, ഒരു താക്കീത് തന്നെ പുള്ളിക്കാരൻ കൊടുക്കുന്നുണ്ട്. US നേവി ഡിസ്ട്രോയർ, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ കൃത്യമായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ. ഇറാനിയൻ IRGCയുടെ മേജർ ജനറൽ അമീർ ഹാത്മി, പുള്ളിക്കാരനും ഈ മെസ്സേജ് തന്നെയാണ് കൺവേ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത്, അമേരിക്ക ഞങ്ങൾ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടൊരു കാര്യമൊന്നുമില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ കൺട്രോളിലാണ്. അതായത് ഈ സ്ഥലം മുതൽ
ഈ സ്ഥലം വരെ, ഈ 2 വര വരച്ചിരിക്കുന്നില്ലേ, ഈ 2 വര വരച്ചിരിക്കുന്ന ഏരിയ ഇൻ ബിറ്റ്വീൻ ആര് വന്നാലും ഞങ്ങൾ അടിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരടിക്കുകയാണ്, അവർ വിത്ത് എവിഡൻസ് പ്രൂഫോടുകൂടി അവർ അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ അമേരിക്ക എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിപ്പം ചോദിക്കാനുള്ളത്. ഇപ്പം UAE സ്വമേധയാ റിറ്റാലിയേറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ UAEക്ക് എത്രമാത്രം റിറ്റാലിയേഷൻ സാധിക്കും? ഇൻ്റർസെപ്ഷൻ ഓക്കെയാണ്. ഇപ്പോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് അയൺ ഡോം, അതുപോലെ തന്നെ അയൺ ബീം, ഇങ്ങനെ എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചു. പക്ഷേ ഇതെല്ലാം ഉള്ള ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ മിസൈലുകൾ പതിക്കുന്നുണ്ട്. കാരണം തുരുതരാ മിസൈലുകൾ വരുമ്പോഴത്തേക്കും അയൺ ഡോമിനായാലും ശരി തന്നെ, അയൺ ബീമിനായാലും ശരി തന്നെ, അതിനൊക്കെ പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഏതൊരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അമേരിക്ക എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പൊതുവിൽ ഇപ്പം എല്ലാവരും തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കയെ കൺമുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇറാൻ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നിലവിലെ സാഹചര്യം. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം തുടരെ ഫർദർ എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കൊടുക്കേണ്ട രീതിയിൽ കൃത്യമായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് നാണക്കേടെന്ന് മാത്രമല്ല, ഇത് കംപ്ലീറ്റ് ഗ്ലോബൽ ട്രേഡിനെ തന്നെ താറുമാറാക്കും. ഇതിലൊന്നാമത്തെ കാര്യം, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും ഇപ്പം എന്തുകൊണ്ടാണ് ഫിജൈറ പോർട്ട് വരെ ഇറാൻ കവർ ചെയ്യുന്നത്? സെപ്പാ നേവി എന്തുകൊണ്ടാണ് ഫിജൈറ പോർട്ട് വരെ കവർ ചെയ്യുന്നത്? ഫിജൈറ പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒമാൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന സ്ഥലമാണ്. അതായത് ഫിജൈറ പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഈ എഡ്ജിൽ കിടക്കുന്ന സ്ഥലം ഒമാൻ, അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന, അതിൻ്റെ പുറകിൽ കിടക്കുന്ന സ്ഥലമാണ് UAEയുടെ ഫിജൈറ പോർട്ട് എന്ന് പറയുന്നത്. എന്തിനാണ് ഫിജൈറ പോർട്ടിനെ ഇവർ എയിം ചെയ്യുന്നത്? ഫിജൈറ പോർട്ടിനെ എയിം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇവിടെ UAEയെ ശക്തമായിട്ടുള്ള ഒരു എതിരാളിയായിട്ട് സെറ്റ് ചെയ്യുകയാണ് ഇറാൻ. മിഡിൽ ഈസ്റ്റിലെ മറ്റുള്ള ഒരു രാജ്യങ്ങളോടും ഇല്ലാത്ത തരത്തിൽ ഒരു എനിമിറ്റി അത് UAEയോടും അതേപോലെ തന്നെ ബഹ്റൈൻ സർക്കാരിനോടും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ ശക്തമായ രീതിയിൽ UAE റിറ്റാലിയേറ്റ് ചെയ്യുമെന്നുള്ള താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താക്കീത് മാത്രമാണോ അല്ലെങ്കിൽ UAE റിറ്റാലിയേറ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം UAE ശരിക്കും പറഞ്ഞാൽ അവർ പല റിഫോർമേഷൻസ് നടത്തിക്കൊണ്ട് അവരുടെ എക്കോണമി റിവൈവ് ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു തത്രപ്പാടിലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ വീണ്ടും ആക്രമണങ്ങൾ തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAEക്ക് വേറെ നിവൃത്തിയില്ല, തിരിച്ചടിച്ചേ മതിയാവും. അപ്പോൾ ആ രീതിക്ക് UAE സഹികെട്ട് തിരിച്ചടിച്ചെന്ന് വരും. കാരണം അവർക്ക് അവരുടെ ഷിപ്പിംഗ്, അതേപോലെ അവരുടെ ഷിപ്പിംഗ് റൂട്ട്, ഇതെല്ലാം തന്നെ അവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും നോക്കി നിൽക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ സീസ് ഫയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഈ സമാധാന ചർച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഗുണമാണ്. കാരണം എന്താണ്? ഇപ്പം ഇന്ന് ഓയിൽ പ്രൈസ് നോക്കൂ, $112 പെർ ബാരലാണ്. $112 പെർ ബാരൽ. ആരാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്? അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ യുദ്ധം നടത്തുന്നുമില്ല. ഇപ്പം അമേരിക്കൻ വാർഷിപ്പുകൾ അമേരിക്കൻ കടൽ തീരത്ത് കിടന്നാലും അത് കടലിൻ്റെ ഉള്ളിൽ എവിടെ കിടന്നാലും അവർക്ക് ഒരേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ നഷ്ടമില്ല. അതുകൊണ്ടാണ് ട്രംപ് 2 ദിവസത്തിന് മുമ്പ് പറഞ്ഞത് ഈ കടൽക്കൊള്ള നല്ല സൂപ്പർ ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കടൽക്കൊള്ള ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ലാഭം മാത്രമുള്ള ഒരു ബിസിനസ്സാണ് കടൽക്കൊള്ള എന്നുള്ള രീതിയിൽ ട്രംപ് വിശേഷിപ്പിച്ചത്. ഈ ഒരു സൈഡിൽ കടൽക്കൊള്ള നടത്താം, സാങ്ഷൻഡ് കപ്പലുകളൊക്കെ വരുമ്പോഴത്തേക്കും അതിനെ പിടിച്ചടക്കാം, കപ്പൽ വിൽക്കാം, എണ്ണയും വിൽക്കാം, നല്ല പൈസയാണ്. അതുപോലെ യുദ്ധം നടത്തണ്ട, അപ്പോൾ അതുകൊണ്ട് മിസൈലും അതുമാതിരിപ്പെട്ട ചിലവുകളൊന്നുമില്ല. കപ്പൽ ജസ്റ്റ് അവിടെ നിർത്തി വെച്ചിരുന്നാൽ മതി. വരുന്ന കപ്പലുകളെ ജസ്റ്റ് തടഞ്ഞു വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചാൽ മതി. ജോലി വളരെ എളുപ്പമാണ്. അതേസമയം മിഡിൽ ഈസ്റ്റിലെ ഓയിൽ മാർക്കറ്റിലെ അൺസർട്ടനിറ്റി അങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷേ അമേരിക്കൻ ഓയിൽ, വെനിസുല അമേരിക്കൻ ഓയിൽ, ഇതെല്ലാം നല്ല രീതിയിൽ വിൽപ്പനയാവും. ഇപ്പം ഈ ഒരു ഫോർമുല കുറേ നാൾ കൊണ്ടേ ട്രംപ് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ എൻജോയ്മെൻറ്റ് മറച്ചു വെക്കാനാണോ ഒരു പക്ഷേ ഞാൻ അടിക്കും, ആക്രമിക്കും, ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല, ഇറാൻ്റെ എഗ്രിമെൻറ്റുകൾ ഞാൻ അംഗീകരിക്കില്ല, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, ഇതെല്ലാം പൂട്ടിക്കെട്ടി വെച്ചിട്ട് ഇറാൻ പറയുന്ന എഗ്രിമെൻറ്റിൽ എവിടെയാണെന്ന് വെച്ചാൽ ട്രംപ് സാർ വന്ന് ഒപ്പിട്ടിട്ട് നിങ്ങൾ പോവുക, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അവിടെ കിടക്കുന്നുവെങ്കിൽ, അതായത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ നിങ്ങൾ ഇറാൻ്റെ ഷിപ്മെൻറ്റിനെ തടയുന്നുവെങ്കിൽ ശക്തമായ രീതിയിൽ തടയുക, ഇറാനെ ശക്തമായി തിരിച്ചടിക്കുക, മറ്റുള്ള രാജ്യങ്ങളുടെ ഷിപ്മെൻറ്റ് സ്മൂത്തായിട്ട് അതിലേക്ക് കടന്നു പോകാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അമേരിക്ക ഒരുക്കണം. എന്നാലേ അമേരിക്ക ഒരു സൂപ്പർ പവറാണ്, ഇല്ലെങ്കിൽ അമേരിക്ക ഒരു ഗ്ലോബൽ പോലീസാണ് എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചുക്കുമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇറാൻ അമേരിക്കയുടെ കൺമുന്നിൽ വെച്ച് തന്നെ മറ്റുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുകയാണ്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ UAEയിലാണെന്നുണ്ടെങ്കിൽ യുദ്ധകാലത്ത് എങ്ങനെയാണോ അലേർട്ടുകൾ വന്നിരുന്നത് അതേപോലെ അലേർട്ടുകൾ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ്റെ റിസൾട്ടുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കേരളത്തിൽ കോൺഗ്രസ് തൂത്തുപറക്കി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. വളരെ നന്നായി. BJP ആദ്യമായിട്ട് 3 സ്ഥലങ്ങളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ഒറ്റ സീറ്റായിരുന്നു വിജയിച്ചിരുന്നത്. അത് നേമം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തിരുവനന്തപുരത്ത്. പക്ഷെ ഇപ്പം 3 സീറ്റുകളായതുകൊണ്ട് തന്നെ നിയമസഭയിൽ അവർക്ക് ഒരു അടിയന്തര പ്രമേയമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു വാക്കൗട്ട് വേണമെങ്കിൽ തന്നെയും അത് അംഗീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 MLA എങ്കിലും വേണം. ഇപ്പം 3 MLA ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് BJPക്കും അവരുടെ ആ ഒരു പാർട്ടിയുടെ സൈഡ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വോയിസ് ഇപ്പം കിട്ടിയിരിക്കുകയാണ്. അതും നല്ലതാണ്.
പിന്നെ CPM പാർട്ടി, ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മാത്രമാണ് അവർ ഭരിച്ചിരുന്നത്. അവിടെയും തന്നെ ഈ ലെഫ്റ്റിസ്റ്റ് ആശയക്കാർ ശരിക്കും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. എനിക്കിതിൻ്റെ ആശയം മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ ഓരോ പാർട്ടിക്കും ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്, അവർക്കൊരു ഐഡിയോളജി ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഈ ഐഡിയോളജി എല്ലാം ഒരുമിച്ച് ഒരു പാർട്ടിയുടെ ഗ്രൂപ്പായിട്ട്, ഒരു യാഥാർത്ഥ്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിക്കും BJP എന്ന് പറയുന്നത് 2014 മുതലേ ശക്തമായ രീതിയിൽ പല സ്റ്റേറ്റുകളിലും അതേപോലെ സെൻട്രൽ ഗവൺമെന്റിൽ തുടർച്ചയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പം ഇവിടെ ഈ BJPയെ ചേർത്ത് തോൽപ്പിക്കാൻ ഇൻഡിവിജ്വലായിട്ട് ഒരു പാർട്ടിക്കും കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ഇവരുടെ ഐഡിയോളജി എല്ലാം ഇവർ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടരായിട്ട് മാറി, ഒറ്റ കക്ഷിയായിട്ട് മാറി. ഇന്ത്യ മുന്നണി എന്ന് വിളിച്ചു, പിന്നെ അത് ഇന്ത്യയായി. അങ്ങനെ പലതരത്തിലുള്ള ഐഡിയോളജികൾ ഉൾക്കൊണ്ട് പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇവർ ഒരുമിച്ച് ഒറ്റ പാർട്ടിയായിട്ട് മാറി. അതായത് സെൻട്രലിൽ പോകുമ്പോഴത്തേക്കും ഇവർ ഒരുമിച്ച് BJPക്കെതിരെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും അതേസമയം സ്റ്റേറ്റിന്റെ ഉള്ളിൽ CPIM വേറൊരു പാർട്ടിയും അതുപോലെ കോൺഗ്രസ് വേറൊരു പാർട്ടിയുമായിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. അതിന്റെ യുക്തിയും അതിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയും ഞാനിപ്പോൾ ഇതിനകത്ത് ചോദ്യം ചെയ്യുന്നില്ല. കാരണം ഞാൻ ഒരു പാർട്ടിയുടെയും വക്താവല്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇവർ നടത്തുന്ന കഥകളിയൊക്കെ നടക്കട്ടെ, നമ്മൾ കാത്തിരുന്ന് കാണാം. ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതേ നാടകം റിപ്പീറ്റ് ചെയ്യും. അതേപോലെ തമിഴ്നാട്ടിൽ ആക്ടർ വിജയുടെ പാർട്ടി TVK 108 സീറ്റുകൾ ഇതുവരെ അവർ നേടി. അവരാണ് നമ്പർ 1 പാർട്ടിയായിട്ട് മുന്നോട്ട് വരുന്നത്. തീർച്ചയായിട്ടും വിജയുടെ പാർട്ടിയാണല്ലോ. നിയുക്ത CM എന്നുള്ള നിലയിൽ വിജയുടെ പേരാണ് ഇപ്പം സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ DMK ADMK ഇവർ രണ്ടും ഇതിനു മുമ്പ് ഒരു പാർട്ടിയായിട്ടിരുന്ന ആൾക്കാരാണ്. MGR കരുണാനിധി ആ ഒരു ടൈമിൽ അവർ സെപ്പറേറ്റ് ആയതാണ്. MGR DMK പാർട്ടിയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് രൂപം കൊടുത്തൊരു പാർട്ടിയാണ് ADMK എന്ന് പറഞ്ഞ പാർട്ടി. അതാണ് പിന്നീട് ജയലളിത കൊണ്ടു നടന്നത്, അതാണ് ഇപ്പം പഴനിസ്വാമി കൊണ്ടു നടക്കുന്നത്. അപ്പം ഈ പാർട്ടികൾ രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നാൽ വിജയുടെ സീറ്റിനെ മറികടക്കാൻ സാധിക്കും. 128 സീറ്റാവും. വിജയ്ക്ക് ശരിക്കും കസേരയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ 120 സീറ്റ് വേണം ബേസിക്കലി. അപ്പം ഈ രണ്ട് പാർട്ടികളിലുമുള്ള, പ്രത്യേകിച്ച് ADMKയിലുള്ള ചില ചെറുകിട പാർട്ടികൾ 4 സീറ്റ് 5 സീറ്റ് 3 സീറ്റൊക്കെ ഉള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്ത് ഈ TVK പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് വിത്തിൻ 1 or 2 ഡേയ്സിൽ TVK പാർട്ടി ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിൽ ഒരു ഗുഡ് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ആ ചേഞ്ച് നല്ലതായിരിക്കട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ആ വിഷയത്തിൽ ഒരു പോസിറ്റീവ് നോട്ടാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. കാരണം ഒരു പുതിയ വ്യക്തി, അപ്പോൾ പുതിയ പാർട്ടി, പുതിയ റൂളിംഗ്, അപ്പോൾ പുതിയ ആശയങ്ങൾ, അപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കാനുള്ള സാഹചര്യം ഒരുങ്ങും എങ്കിൽ അത് കേരളത്തിലും റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ. കേരളത്തിൽ തീർച്ചയായിട്ടും ഒരു പുതിയ പാർട്ടി വേണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. കാരണം ഇവരെല്ലാം തന്നെ കൂട്ടുകള്ളന്മാരാണ്, അത് ഉറപ്പാണ് 100%. ഒരു സമയം LDF വരുന്നു, മറ്റൊരു സമയം UDF വരുന്നു. BJP ഇടയ്ക്കിടയ്ക്കായിട്ട് 1-2 സീറ്റുകളിലൊക്കെ വിജയിക്കുന്നു. ഇതാണ് കേരളത്തിൻ്റെ ഒരു നേച്ചർ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു പുതിയ പാർട്ടിയുടെ ആവശ്യം കേരളത്തിനുണ്ട്. ഒരു യുവതലമുറ നയിക്കുന്ന പാർട്ടിയുടെ ആവശ്യം കേരളത്തിനുണ്ട്. അത് വളരെ വ്യക്തമാണ്. ഇവർ പാർട്ടിയിലെ എക്സ്പീരിയൻസ്, പൊളിറ്റീഷ്യൻസ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഇനിയിപ്പം കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും അവർ ഭരിക്കും. ഈ യൂണിവേഴ്സിറ്റി കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പല കോളേജുകളും കേന്ദ്രീകരിച്ച് SFI ശക്തിപ്പെടും, DYFI ശക്തിപ്പെടും. എന്നിട്ട് നിരന്തരം സമരമായിരിക്കും. ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്ന് അടി കൂടി, ആ റോട്ടിൽ കിടന്ന് ഇഴഞ്ഞ് ഫയർഫോഴ്സ് മറ്റേ കയർ ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമൊക്കെ കൊണ്ട് അടിച്ച് ഓട്ടിക്കുന്ന രംഗങ്ങൾ ഇനി തുടരെ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 10 വർഷം ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം പ്രതിപക്ഷമുണ്ട് എന്ന് നമുക്ക് അറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് പ്രതിപക്ഷം ഉണ്ടായിരുന്നത്. അതേസമയം LDF അങ്ങനെ ആയിരിക്കില്ല. LDF കുറച്ചുകൂടെ അഗ്രസീവാണ്. അപ്പം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും നമ്മൾ പ്രധാനമായിട്ട് ഈ വീഡിയോ എടുത്തത് തന്നെ ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും യുദ്ധം അടുത്ത ലെവലിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.